Swamiye Sharanam Ayyappa. 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 There are times in the history of societies when the people speak in one voice against tyranny, misgovernance, and oppressions. These are special epoch-making moments in which the people convey a very clear message to those in power. Under the leadership of Lok Nayak Jayaprakash Narayan, we saw a glimpse of this during the anti-corruption and anti-emergency movement in the 1970s. People from different ideologies united to remove dictatorship and corruption. People united to protect our constitution. I am seeing a similar spirit in Kerala today. Enough is enough. The people are telling UDF and LDF. The people of Kerala are seeing the development agenda of the BJP, NDA. They relate with our programs and policies. സുഹൃത്തുക്കളെ, ദുർഭരണത്തിനെതിരായിട്ട്, അടിച്ചമർത്തലുകൾക്കെതിരായിട്ട്, കിരാത ഭരണകൂടങ്ങൾക്കെതിരായിട്ട് ജനങ്ങൾ ഒരൊറ്റ സ്വരത്തിൽ സംസാരിച്ച അവസരങ്ങൾ ചരിത്രത്തിൽ പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള ചരിത്രം സൃഷ്ടിച്ച ഒരവസരമായിരുന്നു ജനങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള സന്ദേശം, അത്തരത്തിലുള്ള സന്ദേശം നൽകിയിട്ടുള്ള അവസരങ്ങൾ. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ, അടിയന്തരാവസ്ഥയ്ക്ക് മുൻപ് അഴിമതിക്കെതിരായിട്ട്, പിന്നീട് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് 70കളിൽ ലോക്നായക് ജയപ്രകാശ് നാരായൺജിയുടെ നേതൃത്വത്തിൽ നടന്ന ഐതിഹാസികമായിട്ടുള്ള പോരാട്ടം അത്തരത്തിലുള്ള ഒന്നായിരുന്നു. വിവിധ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളിൽപ്പെടുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഏകാധിപത്യത്തെ പിഴുതെറിയാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് വന്നു. ഭരണഘടനയുടെ ഉദാത്തമായിട്ടുള്ള മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് വന്നു. അതേ തരത്തിലുള്ള ഒരു വികാരമാണ് ഞാൻ ഇന്ന് കേരളത്തിൽ കാണുന്നത്. ജനങ്ങൾ UDF BJP. They are saying that BJP stands for bringing progressive and educated people in politics. The active presence of a respected professional like Metro Man Sridharan has been a game changer in Kerala politics. A man who achieved so much over the years, who made India's progress faster. He has preferred BJP as a means to serve society. Kerala had decided this time BJP and NDA. കേരളം പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകൾ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, അഭിഭാഷകർ, അങ്ങനെ വ്യത്യസ്ത തുറകളിൽ ജീവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ അനുഗ്രഹിക്കുന്നത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസമുള്ള, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരാൻ,
ഈ നാട്ടിൽ പുരോഗതി സൃഷ്ടിക്കാൻ അതിനു വേണ്ടിയിട്ട് ബി.ജെ.പി. നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ ഈ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നു. മെട്രോമാനെ പോലെയുള്ള ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം, അങ്ങനെയുള്ള ഒരാളുടെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക്, തെരഞ്ഞെടുപ്പിലേക്കുള്ള കേരളത്തിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് രാഷ്ട്രീയ രംഗത്തെ കണക്ക് കൂട്ടലുകളെ മുഴുവൻ തകിടം മറിച്ചിരിക്കുകയാണ്. ജീവിതത്തിൽ എത്രയോ വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരു വ്യക്തി, ഇന്ത്യയുടെ പുരോഗതിയെ ഏറ്റവും ത്വരിതഗതിയിലാക്കിയിട്ടുള്ള വ്യക്തി, അദ്ദേഹം നാടിനെ സേവിക്കാൻ, നാടിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയെ ഒരു മാർഗമായിട്ട് അദ്ദേഹം തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, കേരളം തീരുമാനിച്ചിരിക്കുന്നു, ഇത്തവണ ബി.ജെ.പി. ആണ്, ഇത്തവണ NDA ആണ്. Friends, you all have heard of the 7 deadly sins. UDF and LDF have committed their own 7 deadly sins in Kerala. Let me explain briefly. The first sin is false pride and arrogance. UDF and LDF feel they can never be defeated. This has made their leaders very, very arrogant. They are disconnected from the roots. സുഹൃത്തുക്കളെ, 7 പാപങ്ങളെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. കേരളത്തിൽ UDF-ഉം LDF-ഉം അവരുടേതായിട്ടുള്ള 7 പാപങ്ങൾ, 7 തെറ്റുകൾ, ആ 7 തെറ്റുകൾ ആണ് കഴിഞ്ഞ കാലങ്ങളിലായിട്ട് നടത്തിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, ഏറ്റവും വലിയ പാപം, ദുരഭിമാനവും അഹങ്കാരവും അതിന്റെ മുഖമുദ്രയായിട്ട് അവർ മാറിയിരിക്കുന്നു. അവർ വിചാരിക്കുന്നത് ഒരിക്കലും LDF-ഉം UDF-നെയും പരാജയപ്പെടുത്താനാവില്ല എന്നാണ്. ഇതവരെ അഹങ്കാരികളാക്കി മാറ്റിയിരിക്കുന്നു. അവരെ ജനങ്ങളിൽ നിന്ന് അവരെ അകറ്റിയിരിക്കുന്നു. The second sin is greed for money. Solar scam, dollar scam, gold scam, land scam, bar bribery scam, excise scam. The list is endless. Both alliances have looted from every sector. രണ്ടാമത്തെ പാപം, രണ്ടാമത്തെ തെറ്റ്, പണത്തിനോടുള്ള അത്യാർത്തി. നമ്മൾ കണ്ടു കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഏതൊക്കെ തരത്തിലുള്ള വെട്ടിപ്പുകളും കുംഭകോണങ്ങളുമാണ് നടന്നത്. സോളാർ തട്ടിപ്പ്, ഡോളർ തട്ടിപ്പ്, സ്വർണ്ണക്കടത്ത്, ഭൂമി തട്ടിപ്പ്, ബാർകോഴ, ഇങ്ങനെയുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത പട്ടിക. ഈ 2 മുന്നണികളും സമൂഹത്തിലെ ഒരു മേഖലയും അവർ വെറുതെ വിട്ടില്ല. എല്ലാ മേഖലകളെയും കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ നയം. The third sin is wrath towards people. I fail to understand which government will shower lathis on innocent devotees, which government will repeatedly attack its own citizens. മൂന്നാമത്തെ തിന്മ, മൂന്നാമത്തെ പാപം, അത് ഈ നാട്ടിലെ ജനങ്ങളോടുള്ള ഒടുങ്ങാത്ത പകയാണ്. മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സ്വന്തം നാട്ടിലെ വിശ്വാസി സമൂഹത്തെ ഇത്രയധികം അതിക്രമങ്ങൾക്ക് ലാത്തികൾ കൊണ്ട് നേരിടുന്ന ഒരു സർക്കാർ ഏതെങ്കിലും നാട്ടിലുണ്ടാകുമോ? ഏത് സർക്കാരാണ് അങ്ങനെ സ്വന്തം പൗരന്മാർക്കെതിരായിട്ട് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്താൻ തുനിഞ്ഞിറങ്ങുക?
The fourth sin is envy or jealousy. UDF and LDF are jealous of each other. They want to beat the other in committing all wrongs. They suffer from competitive corruption. They are jealous if the other alliance even makes a paisa more than the other. നാലാമത്തെ തിന്മ അത് അവർ പരസ്പരം വലിയ അസൂയയാണ്. LDF-ഉം UDF-ഉം തമ്മിൽ വലിയ അസൂയയാണ്. അവര് പരസ്പരം മത്സരിക്കുകയാണ്. മറ്റുള്ളവരെക്കാൾ കൂടുതൽ അഴിമതി കാണിക്കുന്ന കാര്യത്തിൽ, അഴിമതിയുടെ കാര്യത്തിലുള്ള മത്സരമാണ് കേരളത്തിൽ നടക്കുന്നത്. മറ്റേ മുന്നണിക്കാർ ഒരു പൈസ അധികം ഉണ്ടാക്കിയാൽ അതിനേക്കാൾ പൈസ സ്വയം ഉണ്ടാക്കണമെന്നാണ് ഈ രണ്ട് മുന്നണിക്കാരും പരസ്പരം ആലോചിക്കുന്നത്. The fifth sin is lust for power. This makes them from alliances with communal, criminal, and regressive elements of society. What was the stand of the Muslim League on triple talaq? What are the social policies of the SDPI and PFI? Can their regressive politics be supported? No. അഞ്ചാമത്തെ തിന്മ അധികാര കൊതി. നമ്മുടെ നാട്ടിൽ വർഗീയ ശക്തികൾ, ക്രിമിനൽ സംഘങ്ങൾ, പിന്തിരിപ്പൻ സമൂഹങ്ങൾ അങ്ങനെയുള്ളവരുമായിട്ട് സഖ്യമുണ്ടാക്കിക്കൊണ്ട് അധികാരത്തിലെത്താൻ വേണ്ടിയാണ് ഇവർ രണ്ടുപേരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എന്തായിരുന്നു മുസ്ലിം ലീഗിന്റെ നിലപാട്. പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾക്ക് അവർക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയെടുത്തപ്പോ അതിനെതിരായിട്ടുള്ള നിലപാടല്ലേ മുസ്ലിം ലീഗ് കൈക്കൊണ്ടത്. SDPI-യും പോപ്പുലർ ഫ്രണ്ടും അവര് സാമൂഹ്യ നീതിയുടെ കാര്യത്തിൽ അവര് എടുത്തിരിക്കുന്ന സമീപനം, ആ സമീപനം എന്താണ്? ഈ തരത്തിലുള്ള പിന്തിരിപ്പൻ നിലപാടുകള്, ആ പിന്തിരിപ്പൻ നിലപാടുകളെ ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. The sixth sin is promoting dynasty politics. In both alliances, there is a craze to further dynasty rule. Everything else is a side issue. We have also seen how children of big leaders are behaving. The case of the son of the top LDF leader is well known. I do not need to elaborate more on it because his antics are common knowledge. ആറാമത്തെ തിന്മ അത് കുടുംബാധിപത്യത്തിന്റെ രാഷ്ട്രീയം എന്നുള്ളതാണ്. രണ്ട് മുന്നണികളിലും ഈ കുടുംബാധിപത്യം അത് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് നടക്കുന്നത്. ബാക്കിയെല്ലാം അവർക്ക് അപ്രധാനമാണ്. അതുമാത്രമല്ല, ഈ വലിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ, ഈ രണ്ട് മുന്നണികളിലെയും നേതാക്കന്മാരുടെ മക്കൾ, അവരുടെ ചെയ്തികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷത്തെ വലിയൊരു നേതാവിന്റെ മകൻ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ, ആ വിക്രിയകൾ അധികം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. And the seventh sin is laziness in working. When making money, promoting dynasties, and doing vote bank politics is the priority, governance naturally takes a backseat. UDF and LDF have brought a governance paralysis in Kerala. It is time to free Kerala from alliances who have these political sins. ഏഴാമത്തെ തിന്മ അവർ നിഷ്ക്രിയത്വമാണ് അവരുടെ മുഖമുദ്ര എന്നുള്ളതാണ്. കാരണം
കുടുംബ ആധിപത്യം രാഷ്ട്രീയത്തിൽ വളർത്താൻ ശ്രമിക്കുന്നവർ, പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയത്തെ ഉപകരണമാക്കുന്നവർ, വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്നുള്ളതിന് മുൻതൂക്കം നൽകുന്നവർ, അവർക്ക് ഭരണം എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്, അപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ ഒരു ഭരണസ്തംഭനത്തിന്റെ സാഹചര്യം, ആ സാഹചര്യമാണ് UDFന്റെയും LDFന്റെയും കാലത്തുണ്ടായിട്ടുള്ളത്. ഈ മുന്നണികളിൽ നിന്ന് കേരളത്തെ മോചിപ്പിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ തിന്മകൾക്ക് അറുതി വരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്.